കഴുകൻ ചേട്ടാ, ഇതെന്റെ ഏക മകളാണ്. നീ എന്തിനാണ് ഇവളെങ്ങനെ പിടിച്ചു വച്ചേക്കുന്നത്? ഇവളുടെ നീലച്ചുണ്ട് കാരണമാണ്. നീലച്ചുണ്ടുള്ള പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ രുചിയുള്ളതാണ്. പിന്നെ രാവിലെ ഇത് കഴിച്ചാൽ ഒരുപാട് ശക്തി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ പിടിച്ചു കൂട്ടിലിട്ടത്. ഇന്നിതാണ് എന്റെ ഭക്ഷണം. റിങ്കി കിളി കാട്ടിന്റെ ഇടയ്ക്ക് ആൽമരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവളെ കൂടാണ്ട് ഒരുപാട് പക്ഷികളും പ്രാവുകളും ചമ്പ അണ്ണാനും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ ഒരുപാട് മൃഗങ്ങൾക്ക് ആ മരത്തിന്റെ അടിയിലിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. റിങ്കി കിളി എല്ലാ മൃഗങ്ങളെയും സ്വന്തമായിട്ട് കാണുമായിരുന്നു. അവരെ സഹായിക്കാൻ എപ്പോഴും അവൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും അവളോട് നല്ല ബഹുമാനമായിരുന്നു. റിങ്കി കിളിയുടെ മോള് മീനുക്കിളി അമ്മയുടെ സ്വഭാവത്തിൽ നിന്നും വിപരീതമായിരുന്നു. എപ്പോഴും സ്വന്തം കാര്യം നോക്കുകയും ആരോടും മിണ്ടാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. റിങ്കി ചേച്ചി, നോക്കിക്കേ, എന്റെ മോക്ക് എന്താ പറ്റിയെന്ന്. ഒരു മനുഷ്യക്കുഞ്ഞ് വന്നിട്ട് മരത്തിൽ ഇവൾക്കെതിരെ ഒരു കല്ലെറിഞ്ഞു. അപ്പൊ തൊട്ട് അവളുടെ നടുവിന് നല്ല വേദനയാ. അയ്യോ ചമ്പ ചേച്ചി, എനിക്ക് നന്നായിട്ട് അറിയാലോ, ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ല മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ. ഒരു മിനിറ്റ് കാത്തിരിക്കും, ഞാൻ നോക്കട്ടെ. ഇത് പറഞ്ഞ് റിങ്കി അവിടെന്ന് പോയി. കുറച്ചേരം കഴിഞ്ഞ് അവൾ അവളുടെ ചുണ്ടിൽ 3 പച്ച ഇലകൾ കൊണ്ടുവന്നു. ഇന്ന മോളെ, ഈ 3 ഇലകൾ നീ കഴിക്കേ. ഈ ഇലകൾ നീ കഴിച്ചാലേ നിന്റെ വേദന പമ്പ കിടക്കും. ഇത് പറഞ്ഞ് റിങ്കി കിളി അണ്ണാന്റെ മോളെ കൊണ്ട് ആ ഇലകൾ തീറ്റിച്ചു. അണ്ണാന്റെ മോള് പറഞ്ഞു, അയ്യോ അമ്മ, ഇതിന് ഭയങ്കര കയ്പാ. വേദന ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്പായിട്ടും ആ ഇലകളെ അവൾ കഴിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവളുടെ നടുവേദന പമ്പ കടന്നു. ആ അമ്മ, എനിക്കിപ്പോ ഒട്ടുമേ വേദനിക്കണില്ലല്ലോ. താങ്ക് യു റിങ്കി ആന്റി. എപ്പോഴാണോ എന്തോ എന്റെ അമ്മ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനാ എന്തോ, വെറുതെ സമയം കളയണു. അടുത്ത ദിവസം മീനുക്കിളി കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി ഒരു മരത്തിൽ അങ്ങ് ഇരുന്ന് ആലോചിച്ചു. ആ രഹസ്യമായിട്ടുള്ള കാട്ടിലെന്താ നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ഒരാൾ പോലും പോവാത്തെ? ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ. അപ്പോഴാ മരത്തിലിരുന്ന മോണ്ടു കുരങ്ങൻ പറഞ്ഞു, അങ്ങോട്ടൊരിക്കലും പോകരുത്. അവിടോട്ട് ഏതൊക്കെ മൃഗങ്ങൾ പോയിട്ടുണ്ടോ അവരാരും തിരിച്ചു വന്നിട്ടില്ല. അവിടെ പോകുന്നത് ജീവൻ അപകടമാണ് മീനു. മിണ്ടാതിരിക്കെ. ഒരു കൊരങ്ങനായ നിനക്ക് സുന്ദരിയായ കിളിയുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? നീ റിംകി കിളിയുടെ മകളല്ലേ, അതുകൊണ്ട് മാത്രമാ പറഞ്ഞേ. അവരാർക്കും മോശമൊന്നും ചെയ്യില്ല. അത് വിട്ടേരെ, എന്റെ അമ്മയ്ക്ക് വട്ട. വെറുതെ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സമയം നഷ്ടപ്പെടുത്തുക. ഞാൻ എന്റെ അമ്മയെ പോലെ ആവാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ പറഞ്ഞ് ആ രഹസ്യമായിട്ടുള്ള കാട്ടിലേക്ക് അവൾ പറന്നു. അവിടെ അവൾ മരങ്ങളും ഫലങ്ങളും ഒക്കെ കണ്ടു. ഇതിനു മുമ്പ് അവൾ അത് കണ്ടിട്ടേയില്ല. പിന്നെ അവിടുത്തെ മണവും വ്യത്യസ്തമായിരുന്നു. എന്ത് രസമാണ് ഈ സ്ഥലം. ആരുടെയും കൂടെ താമസിക്കേണ്ട ഒരാവശ്യമില്ല. ഇവിടെയാണെങ്കിൽ ഒറ്റയ്ക്കും താമസിക്കാലോ. അപ്പോൾ അവിടെ നീല നിറത്തിലുള്ള ആപ്പിൾ മരം കാണും. അവൾ പെട്ടെന്ന് അതിന്റെ മേളിൽ പോയിരുന്നു. ആഹാ, ഇതുവരെ ഞാൻ നീല ആപ്പിൾ കണ്ടിട്ടില്ല. ഇതിനെ ഒന്ന് കഴിച്ചു നോക്കണല്ലോ. ഇങ്ങനെ പറഞ്ഞ് നീല ആപ്പിൾ കഴിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ടേസ്റ്റിയായിരുന്നു. അവൾ അത് മുഴുവനും കഴിച്ചു. അവൾ കഴിക്കുന്ന തിടുക്കത്തിൽ അവൾക്ക് മനസ്സിലായതേ ഇല്ല അവളുടെ വായും ചുണ്ടും എല്ലാം നീലയായെന്ന്. നല്ല രസ. ഇനി നോക്കട്ടെ ഈ കാട്ടില് വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞ് അവൾ മുമ്പോട്ട് പോയി. ഇത് കണ്ട് ഒരു കഴുകൻ അവളെ കണ്ട് പറയുകയാ, കൊള്ളാമല്ലോ, നീലച്ചുണ്ടുള്ള പക്ഷി. ഇതിന്റെ മാംസത്തിന് നല്ല രുചിയായിരിക്കും. ഇപ്പുറത്ത് മോണ്ടു കുരങ്ങൻ പിങ്കി കിളിയുടെ അടുത്ത് വന്നു. അവള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. മീനു ഇപ്പൊ പറയാതെയൊക്കെയാണ് പുറത്തോട്ട് പോണ. ഇത് കാരണം എനിക്ക് ഭ്രാന്താവുക. കാട് മുഴുവൻ ഞാൻ തപ്പി നോക്കി. ഇനി എവിടെന്ന് കണ്ടുപിടിക്കും? ആ റിംകി കിളി, നിന്റെ മകൾ മീനു നിഗൂഢ വനത്തിലേക്ക് പോയി. എന്താ പറഞ്ഞേ? രഹസ്യമായ കാട്ടിലോട്ടോ? നിങ്ങൾ അവളെ തടയാത്ത എന്തായിരുന്നു? ഞാൻ കുറെ പറഞ്ഞു, പക്ഷെ അവൾ എന്റെ വാക്കുകൾ കേട്ടില്ല. അവൾ ഒന്നും ശ്രദ്ധിക്കാതെ പോയി കളഞ്ഞു. എന്റെ മോണ്ടു ചേട്ടാ, അവൾക്ക് പകരം ഞാൻ മാപ്പ് ചോദിക്കുക. എനിക്കറിയില്ല ഇനി എനിക്ക് അവളെ കാണാൻ പറ്റുമോന്ന്. ഇത്രയും വലിയ കാട്ടിൽ ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഒറ്റയ്ക്ക്? അല്ല, നീ എന്താ റിങ്കി ഇങ്ങനൊക്കെ പറയുന്നേ? നീ എപ്പോഴും ഞങ്ങളെല്ലാരെയും സഹായിക്കാറില്ലേ? നിനക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കും തോന്നുന്നുണ്ടോ? അപ്പോ അണ്ണാൻ, കാക്ക, കരടി, ആന എല്ലാ മൃഗങ്ങളും അവളുടെ അടുത്തെത്തി.
എന്നിട്ട് അവളുടെ കൂടെ ആ രഹസ്യമായിട്ടുള്ള കാട്ടിലോട്ട് പോയി. അവൾ എങ്ങനെയായിരിക്കും എന്തോ. നീ വിഷമിക്കണ്ട റിങ്കി, ഞങ്ങളെല്ലാവരും കൂടെയില്ലേ. എല്ലാ മൃഗങ്ങളും മണിക്കൂറോളം തിരയാൻ തുടങ്ങി. റിങ്കിയുടെ മനസ്സിൽ നിന്നും അവക്ക് വേണ്ടി പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു കിട്ടണേ എന്ന്. പാതി കാട്ടിലോട്ട് കയറിക്കഴിഞ്ഞപ്പോഴേക്കും അവര് കണ്ടത്, അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. മീനു മോളെ. അവര് കണ്ടത് മീനു കിളിയെ ഒരു കൂടിന്റെ അകത്ത് അവളെ നോക്കാനായിട്ടൊരു കഴുകൻ അവിടെ കാത്തിരിക്കുന്നതായിട്ട്. എന്താ നിങ്ങളെന്ത് വെഡ്ഡികളാ ഇങ്ങോട്ട് വരാനായിട്ട്? കഴുക, എന്റെ മകളെ വെറുതെ വിട്. അടുത്തേക്ക് വരരുത്. വന്നാൽ ഇവളുടെ കഥ അതോടുകൂടി തീരും. ഇത് കേട്ട് ബാക്കിയുള്ള മൃഗങ്ങൾ പേടിച്ച് പുറകിലോട്ട് പോയി. കഴുകൻ ചേട്ടാ, ഇതെന്റെ ഏക മകളാണ്. നീ എന്തിനാണ് ഇവളെങ്ങനെ പിടിച്ചു വച്ചേക്കുന്നത്? ഇവളുടെ നീലച്ചുണ്ട് കാരണമാണ്. നീലച്ചുണ്ടുള്ള പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ രുചിയുള്ളതാണ്. പിന്നെ രാവിലെ ഇത് കഴിച്ചാൽ ഒരുപാട് ശക്തി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ പിടിച്ചു കൂട്ടിലിട്ടത്. ഇന്നിതാണ് എൻ്റെ ഭക്ഷണം. ഇല്ല, അങ്ങനെ ചെയ്യരുത്. അവളെ വെറുതെ വിട്ടേരെ. എല്ലാ മൃഗങ്ങളും ശരിക്കും ശ്രദ്ധിച്ചു. മീനുക്കിളിയുടെ ചുണ്ട് നീലയായിരുന്നു. മോളെ, നിന്റെ ചുണ്ടെങ്ങനെയാ നീലയായത്? അമ്മ, ഞാനിവിടെ വന്നപ്പോഴേക്കും നീല നിറത്തിലുള്ള ആപ്പിൾ തിന്നിരുന്നു. ചിലപ്പോ അത് കാരണമായിരിക്കും നീലയായത്. എന്താ പറഞ്ഞേ? ആപ്പിൾ തിന്നപ്പോഴോ? അതേ കഴുക, അതാണ് സത്യം. നീ വിചാരിക്കുന്ന പോലത്തെ കിളിയല്ല എന്റെ മോള്. ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ വന്ന് എന്നെ പറ്റിക്കാൻ നോക്കുക. കാരണം ഇവളെ ഞാൻ വെറുതെ വിടാൻ. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. എന്നിട്ട് ആന പറഞ്ഞു, ശരി, എങ്കിൽ ഞങ്ങളത് തെളിയിക്കുന്നതായിരിക്കാം. അതായത് അത് സത്യമാണെന്ന്. നീ മീനുവിന് ഒരു പാത്രം വെള്ളം കൊടുക്ക. അതിനുശേഷവും അവളുടെ ചുണ്ടിന് നിറം മാറിയില്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പൊയ്ക്കോളാം. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും ശരി, നിങ്ങൾ വെള്ളം കൊണ്ടുവാ, ഞാൻ ഇവളെ കൊണ്ട് കുടിപ്പിക്കാം. ഇത് കേട്ട് മോണ്ടു കുരങ്ങൻ അപ്പൊ തന്നെ നദിയുടെ അടുത്ത് പോയി. എന്നിട്ട് ചിരട്ടയിൽ നിറച്ചു വെള്ളം എടുത്തോണ്ട് വന്നു. കഴുകൻ കൂട്ടിന്റെ അകത്ത് ചിരട്ട വെച്ചു കൊടുത്തു. മീനു, പെട്ടെന്ന് വെള്ളം കുടിച്ചോ. മീനു വെള്ളം കുടിക്കാനായിട്ട് അവളുടെ ചുണ്ട് അതിലിട്ടതും അവളുടെ ചുണ്ടിൽ നിന്നും നാക്കിൽ നിന്നും നീല നിറം പോയി. അയ്യോ, ഇതെന്തായി സംഭവിച്ചേ? ഇപ്പൊ നീ കണ്ടില്ലേ ശരിക്കും? പ്ലീസ്, എന്റെ മോളെ വെറുതെ വിട്ടേരെ. ശരി, ഇവളെ വിട്ടേക്കാം. ഇനി ഇവളെ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് എന്താ കാര്യം? ഇത് പറഞ്ഞ് കഴുകൻ കൂടങ്ങ് തുറന്നു. അങ്ങനെ മീനു പറന്ന് അവളുടെ അമ്മയുടെ അടുത്തെത്തി. സത്യത്തിൽ നിന്റെ അമ്മയുടെ നല്ല പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും നിന്നെ രക്ഷിക്കാനായിട്ട് വന്നത്. അല്ലാതെ ഒരു അഹങ്കാരിയെ ആരും സഹായിക്കില്ല. ഞാൻ ചെയ്ത തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും നല്ലവരാ. എന്റെ അമ്മയും നല്ലത് തന്നെയാ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. എല്ലാവരോടും നന്നായി മിണ്ടുകയും വേണം. ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും രഹസ്യമായിട്ടുള്ള കാട്ടിൽ നിന്നും വന്ന് അവരുടെ കാട്ടിൽ അതേ ആൽമരത്തിന്റെ അടിയിൽ വന്നിരുന്നു. അതിനുശേഷം മീനുന്റെ സ്വഭാവം റിങ്കിയുടെ സ്വഭാവം പോലെ തന്നെ നല്ലതായി. ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ 3 പേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ 3 പേരും കുഞ്ഞല്ലേ, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. ഒരു ദിവസം ടീനു പക്ഷി ഭക്ഷണവും അന്വേഷിച്ച് കാട്ടിൽ പറക്കുകയായിരുന്നു. അപ്പോൾ താഴെ ഒരു സ്വീറ്റ് കിടക്കുന്നത് അത് ശ്രദ്ധിച്ചു. അയ്യോ, ഇത് കാണാൻ ഏതോ സ്വീറ്റ് പോലെ ഉണ്ടല്ലോ. ഇത് മനുഷ്യർ കഴിക്കുന്നതാണ്. ഇന്ന് അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് ഉടനെ താഴേക്ക് വന്ന് ആ സ്വീറ്റ് തന്റെ ചുണ്ടുകൊണ്ട് കടിച്ച് അവിടെ നിന്നും കാട്ടിലേക്ക് പോയി. അത് ആ സ്വീറ്റ് എടുത്തുകൊണ്ടുപോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുവച്ചു. അതിന്റെ കൂടിരിക്കുന്ന മരത്തിലെ എല്ലാ ചില്ലകളിലും വേറെ പക്ഷികൾ കൂടുണ്ടാക്കിയിരുന്നു. ഒരു കൂട്ടിലിരുന്ന് മൈന പറഞ്ഞു, ആ ടീനു, ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? കാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഏതോ മനുഷ്യർ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഞാനും പോയി നോക്കട്ടെ, ഒരുപക്ഷെ ഇനി എനിക്കും അത് കിട്ടിയാലോ. അങ്ങനെ പറഞ്ഞ് അതവിടെ നിന്നും പറന്നുപോയി. മൈന പോയതെന്തായാലും നന്നായി. ഞാനും പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോകുമ്പോൾ അവൾ ഇത് വന്നെടുക്കും. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ടീനു കുളത്തിനടുത്തേക്ക് പോയതും മൈന തിരിച്ചും വന്നു.
എനിക്കറിയാമായിരുന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ ആ സ്വീറ്റും വിട്ട് അവൾ എവിടേക്കും പോകില്ല. ഇപ്പോൾ തന്നെ ഇത് കൈക്കലാക്കിയേക്കാം. അങ്ങനെ മൈന ടീനുവിന്റെ കൂട്ടിലിരുന്ന സ്വീറ്റ് എടുത്തോണ്ട് പോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വച്ചു. ടീനു വെള്ളം കുടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിന്റെ കൂട്ടിൽ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഷോക്കായി. അയ്യോ, ഈ സ്വീറ്റ് ഞാൻ ഇവിടെയാണല്ലോ വച്ചിരുന്നത്. ആരായിരിക്കും എടുത്തത്? അത് അവിടെയും ഇവിടെയും തിരഞ്ഞു നോക്കി. അപ്പോൾ മൈനയുടെ കൂട്ടിൽ ആ സ്വീറ്റ് ഇരിക്കുന്നത് കണ്ട് ഉടനെ അത് കൂടിനടുത്തേക്ക് പോയി. എനിക്കറിയാം, ഈ മൈനയായിരിക്കും ഇത് മോഷ്ടിച്ചത്. ആദ്യം ഇത് എന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അത് കൂടിനകത്തേക്ക് പോകാൻ നോക്കി. എന്നാൽ അതിനുള്ളിൽ മൈന അവിടെ വന്ന് കൂടിന്റെ മുൻപിൽ വന്നു നിന്നു. ഇത് എന്റെ സ്വീറ്റാ, നീ എന്തിനാ മോഷ്ടിച്ചത്? ഞാൻ നിന്റെ മുൻപിൽ വെച്ചല്ലേ സ്വീറ്റ് അന്വേഷിച്ചു പോയത്. അത് എനിക്കും കിട്ടി. ഇതെങ്ങനെയാണ് നിന്റെ സ്വീറ്റ് എന്ന് നീ പറയുന്നത്? ഇത് എന്റേത് തന്നെയാ. അവിടെ വേറെ ഒരു സ്വീറ്റും ഇല്ലായിരുന്നു. ഞാൻ മോഷ്ടിച്ചത് നീ കണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഇത് എന്റെ കൂട്ടിലിരിക്കുന്നതുവരെ അതിന്റെ അവകാശി ഞാനാണ്. ടീനുവിന് അതിനുശേഷം ഒന്നും പറയാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ സാക്ഷിയില്ലാതെ എങ്ങനെ മൈനയെ കുറ്റം പറയാൻ പറ്റും? മൈന ആ സ്വീറ്റ് എടുത്ത് കുറച്ച് കഴിച്ചു. അതിനുശേഷം കൂട്ടിനുള്ളിൽ തന്നെ കളിച്ചു. അപ്പോൾ ഒരു അത്ഭുതവും സംഭവിച്ചു. ആ സ്വീറ്റ് അനങ്ങാനും ആടാനും തുടങ്ങി. പതുക്കെ പതുക്കെ മൈനയുടെ കൂട്ടിലുണ്ടായിരുന്ന ആ സ്വീറ്റ് ടീനുവിന്റെ കൂട്ടിലേക്ക് വന്നു. അപ്പോൾ മൈന നോക്കിയപ്പോൾ അവിടെ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അതൊരുപാട് ഷോക്കായി. ടീനു, നീ എന്റെ കൂട്ടിൽ നിന്നും സ്വീറ്റ് മോഷ്ടിച്ചോ? അതെനിക്ക് തിരിച്ചുതാ. ആദ്യത്തെ കാര്യം, ഞാൻ മോഷ്ടിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ സ്വീറ്റ് ഇപ്പോൾ എന്റെ കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് അത് എന്റെ മാത്രം സ്വന്തമാ. ഇത് കേട്ടതും മൈനയ്ക്ക് മനസ്സിലായി, നമ്മൾ ചെയ്തത് നമുക്ക് നേരെ തിരിഞ്ഞെന്ന്. അതുകൊണ്ട് ശാന്തമായി അത് അവിടെ നിന്നും പോയി. ഈ സ്വീറ്റ് ആ കൂട്ടിൽ നിന്നും ഈ കൂട്ടിൽ തന്നെ എങ്ങനെ വന്നു? തന്നെ വന്നതല്ല, ഞങ്ങളാണ് എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ ആ സ്വീറ്റിന്റെ താഴെ നിന്ന് 3 ഉറുമ്പുകൾ പതുക്കെ അടുത്തേക്ക് വന്നു. ആ ഉറുമ്പുകളെ കണ്ട് ടീനു ഷോക്കായി. അയ്യോ, നിങ്ങളെപ്പോഴാ എന്റെ കൂട്ടിലേക്ക് വന്നത്? ഞങ്ങളാണ് ആദ്യം ഈ സ്വീറ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ നീ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ ചെറുതായതുകൊണ്ട് നിന്റെ കണ്ണിൽ ഞങ്ങൾ പെട്ടില്ല. ഈ സ്വീറ്റിനോടൊപ്പം ഞങ്ങൾ 3 പേരും ഇവിടേക്ക് വന്നു. അതിനുശേഷം മൈന അതിന്റെ കൂട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയപ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ അവിടേക്ക് പോയി. അപ്പോഴാണ് 2 പേരും സംസാരിക്കുന്നത് കേട്ടത്. ഞങ്ങൾക്ക് മൈനയോട് ഒരുപാട് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് സാഹചര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേരും സ്വീറ്റ് നിന്റെ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ ടീനു സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ 3 പേർക്കും ഒരുപാട് നന്ദി. ഇനി ഈ സ്വീറ്റ് നിങ്ങളുടെയും കൂടിയാ. ഇനി ഞാനിത് കഴിക്കില്ല. അയ്യോ, വേണ്ട വേണ്ട, ഞങ്ങൾ കഴിക്കാനുള്ളത് ആദ്യം തന്നെ കഴിച്ചു. ഇനി കഴിക്കാനൊന്നും പറ്റില്ല. ഇനി ഇത് നിന്റേതാ. ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്. ഇനി ബാക്കിയുള്ളത് ഞാൻ കഴിക്കാം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഇനി നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കാം. ആ 3 ഉറുമ്പുകളും ശരിയെന്ന് പറഞ്ഞ് അവർ 3 പേരും ആ കൂട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അവർ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഒരിക്കൽ 3 പേരും തറയിൽ നടന്നു പോകുമ്പോൾ ടീനു അവരോടൊപ്പം തന്നെ കാറ്റിൽ പറന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥയും മാറി. നന്നായി മഴ പെയ്യാനും തുടങ്ങി. പാവം ടീനുവിന് ശരിക്ക് പറക്കാനും കഴിഞ്ഞില്ല. തറയിൽ വെള്ളമൊഴുകാനും തുടങ്ങി. ഉറുമ്പുകളെല്ലാം വെള്ളത്തിൽ അകപ്പെട്ടു. അത് കണ്ടതും ടീനു ചിന്തിച്ചു. അത് മരത്തിലുള്ള ഇലകൾ പറിച്ച് വെള്ളത്തിലേക്കും ഇട്ടു. 3 ഉറുമ്പുകളും ആ ഇലയിലും കയറിയിരുന്നു. അവർ ജീവനും രക്ഷിച്ചു. മഴയെല്ലാം കഴിഞ്ഞതിനു ശേഷം ടീനു 3 പേരെയും കൂട്ടിലേക്കും കൊണ്ടുപോയി. ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ 3 പേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ 3 പേരും കുഞ്ഞല്ലേ? എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. അടുത്ത ദിവസം ഒരു വേട്ടക്കാരൻ കാട്ടിലേക്കും വന്നു. അപ്പോൾ ആ ഉറുമ്പുകൾ മരത്തിന് താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ടീനു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. ആ കൊള്ളാമല്ലോ, സുന്ദരിയായ ഒരു പക്ഷി. ഇതിനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ പറ്റൂ. അങ്ങനെ ടീനുവിന് നേരെ അയാൾ ഉന്നം വച്ചു. ഉറുമ്പുകൾ അതപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവർ അയാളുടെ കാലിൽ കയറി.
ആ 3 ഉറുമ്പുകളും അയാളെ ഒരേ സമയം കടിച്ചു. ആ വേട്ടക്കാരന് വേദനിച്ച് അതുകൊണ്ട് ടീനുവിന് നേരെ വെച്ച ഉന്നം അയാൾ മാറ്റി വെടിവെച്ചു. അപ്പോൾ വെടിവെച്ചത് ഒരു കരിക്കിൽ കൊണ്ട് ആ കരിക്ക് നേരെ ആ വേട്ടക്കാരന്റെ തലയിൽ തന്നെ വീണു. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. വേട്ടക്കാരൻ തല കറങ്ങി താഴേക്കും വീണു. ഒരുപാട് നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾ 3 പേരും ഇത്ര ചെറുതായിട്ടും ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളെ ചെറുതായി കണക്കാക്കി. കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ശരി, ഈ വേട്ടക്കാരൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് നമുക്ക് പോയേ പറ്റൂ. അതിനുശേഷം 4 പേരും സന്തോഷത്തോടെ അവിടെ നിന്നും അവരുടെ കൂട്ടിലേക്ക് പോയി.